അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ഇന്നലെ രാത്രി വലിയൊരു വാർത്ത കേട്ടു. രാവിലെ പല ആളുകളും വളരെ വിതുമ്പലോടുകൂടെയാണ് ആ വാർത്ത ശ്രവിച്ചത്. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ വലിയ പറമ്പ് ദേശീയപാതയിൽ വെച്ച് നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട ഒരു വലിയ ലോറിയുമായി 5 മുത്തഅല്ലിമീങ്ങൾ അടങ്ങുന്ന ഒരു വാഹനം അപകടത്തിൽപ്പെട്ടതും സ്പോട്ടിൽ തന്നെ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട മുത്തഅല്ലിമ് ലോകത്തോട് വിട പറഞ്ഞു. മറ്റൊരു മുത്തഅല്ലിമ് ഹോസ്പിറ്റലിൽ വെച്ചും വിട പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടവരാണ്. അവരുടെ ഉസ്താദ് ഒരു വോയിസ് വിട്ട് നമ്മളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കേട്ടിരുന്നു. സലീം ഹസനി ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദ്, എൻ്റെ മുത്തഅല്ലിമീങ്ങൾ, എൻ്റെ മക്കള് വിട പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ ദുആ ചെയ്യണേ, അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുള്ള ഒരു വോയിസ് സന്ദേശം നമ്മളൊക്കെ കേട്ടവരാണ്. എത്ര വിതുമ്പലോടുകൂടെയാണ് ആ ഉസ്താദ് ആ വോയിസ് അയക്കുന്നത് നമുക്കറിയാം. തൻ്റെ സ്വന്തം മക്കളെക്കാൾ തൻ്റെ ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഓരോ മുദരിസുമാരും ഓരോ ഉസ്താദുമാരും സ്നേഹിക്കുന്നവരാണ്. സ്വന്തം മക്കൾക്ക് അപകടങ്ങൾ പറ്റുന്നതിനേക്കാൾ എത്രയോ വലിയ വേദനയോടെയായിരിക്കും അവരാ വാർത്ത കേട്ടിട്ടുണ്ടാവുക. അള്ളാഹു ആ പൊന്നുമക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സയ്യിദിന്റെ വീട്ടിലേക്ക് മുത്തുനബി തങ്ങളുടെ മദ്ഹ് ചൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞു. വളരെ വിഷമത്തോടുകൂടെയാണ് പല ആളുകളും ഈ അപകടം കേട്ടത്, അറിഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പൊന്നുമക്കൾക്ക് അവരുടെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹ് ചൊല്ലാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഇറങ്ങി പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ മുത്തുനബിയോട് കൂടെ അവർ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന, അത് അവർ ആ മൗലിദ് ഓതുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളാണ്. അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുനബിയുടെ സഹായം അവർക്ക് എല്ലാ മേഖലയിലും അള്ളാഹു നൽകുമാറാവട്ടെ. അതിൽ 3 ആളുകളുടെ അവസ്ഥ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പല വാർത്തകളിലും കണ്ടവരാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് അവരുടെ അപകടങ്ങളൊക്കെ തരണം ചെയ്ത് ആ പൊന്നുമക്കളെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട് റാഹത്തായി വീട്ടിലെത്തിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കേട്ടപ്പോ പല ആളുകളും വല്ലാതെ വിതുമ്പിയിട്ടുണ്ടാകും. കാരണം ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ മാതാപിതാക്കൾ എത്രമാത്രം പ്രതീക്ഷയോടുകൂടെയായിരിക്കും അവർ കാത്തിരിക്കുന്നുണ്ടാവുക. എൻ്റെ മക്കള് നല്ല പഠിച്ച് വളർന്ന് വലിയ മുദരിസുമാരായി, വലിയ പ്രഭാഷകരായി, വലിയ ഇസ്ലാമിന്റെ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവരാഗ്രഹിച്ച മാതാപിതാക്കളായിരിക്കും. ഇന്നാളുടെ മകനാണ്, ഇന്നാളുടെ ഞാൻ അവരുടെ ഉപ്പയാണ് എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്നു മാതാപിതാക്കൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യന്റെ മോന്റെ റൂഹ് പിടിച്ചതിന് ശേഷം മലായിക്കത്ത് അള്ളാഹുവിലേക്ക് ചൊല്ലുന്ന സമയത്ത് അള്ളാഹു ചോദിക്കും, എത്രേ, എൻ്റെ അടിമയുടെ മോന്റെ റൂഹ് പിടിച്ചിട്ടാണോ നിങ്ങൾ വരുന്നത്? അള്ളാഹുവിനെ അറിയാഞ്ഞിട്ടല്ല, നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി അങ്ങനെ ഹദീസ് പറയുകയാണ് മുത്തുനബി തങ്ങൾ. എങ്ങനെയാണോ നിങ്ങൾ വരുന്നത്? അതെ. എന്താണ് എൻ്റെ അടിമയുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അടിമ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കാരണം മക്കളെ നൽകിയതവൻ അള്ളാഹുവാണ്, അവരെ പോറ്റി വളർത്തിയതൻ അള്ളാഹുവാണ്, എല്ലാം അള്ളാഹുവാണ്. മക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു അമാനത്താണ് പ്രിയപ്പെട്ടവരെ. ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരാ അമാനത്ത് പൂർത്തിയാക്കി വീട്ടിയവരാണ്. കാരണം ഇൽമിന്റെ വഴിയിൽ പ്രവേശിപ്പിച്ച മക്കളാണല്ലോ. ആ മക്കള് അങ്ങനെ അള്ളാഹു ചോദിക്കും, എത്രേ, എൻ്റെ അടിമയുടെ മകന്റെ റൂഹ് പിടിച്ചാണോ നിങ്ങൾ വന്നത്? അതെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നാ ലില്ലാഹ് എന്ന് ദിക്ർ ചൊല്ലി അവർ ക്ഷമിച്ചവരാണെങ്കിൽ അള്ളാഹു പറയുമത്രേ, നിങ്ങൾ സ്വർഗത്തിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടി വീട് പണിയൂ, ആ വീടിന് നിങ്ങൾ നല്ല സ്ഥാനപ്പേര് നൽകി അവരെ ആദരിക്കൂ എന്നൊക്കെ പറയുന്ന രംഗങ്ങൾ ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് മാതാപിതാക്കൾ വിഷമിക്കേണ്ടതില്ല. അവർക്ക് നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരുടെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് ആ മാതാപിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രം വലിയ ദർജയുള്ള മക്കളാണ് അവർ. കാരണം അവർ ഇൽമിന്റെ വഴിയിലാണ് മരണപ്പെട്ടത്. ഇൽമിന്റെ അഹ്ലുകാര അവസ്ഥ അറിയാലോ. ഇൽമ് പഠിക്കുന്നവർക്ക് മലായിക്കത്ത് ചിറക് താഴ്ത്തി കൊടുക്കുമെന്ന് മുത്തുനബി തങ്ങളുടെ ഹദീസ് നമ്മൾ പഠിച്ചവരാണ്. മാത്രമല്ല, ലോകത്തുള്ള ആകാശഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും ആ ഇൽമ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുമെന്നൊക്കെ മുത്തുനബിയുടെ ഹദീസ് ഒരുപാട് നമ്മൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്.
ആ ഒരു മേഖലയിലായി, ആ ഒരു റൂട്ടിലായിട്ടാണ് അവർ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. എത്രയോ വലിയ ഭാഗ്യവാന്മാരാവാൻ. ബാഹ്യമായിട്ട് നമുക്ക് പ്രയാസം തോന്നാം, പക്ഷേ ആ വാഹനമൊക്കെ കണ്ടാൽ നമുക്ക് വലിയ പ്രയാസം തോന്നാം. പക്ഷേ അവർക്ക് ആഖിറത്തിൽ ചെല്ലുമ്പോൾ എത്രയോ വലിയ കൂലികളാണ് അവരെ പ്രതിഫലങ്ങളാണ് അവരെ കാത്തു വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മളെ അല്ലാഹു മുത്തുനബിയോടുകൂടെ ആ പൊന്നുമക്കളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. അല്ലാഹു നമ്മുടെ മരണം റാഹത്തിലാക്കി തെരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.